1.5 വർഷം മുമ്പ് ഞാൻ എൻ്റെ മോളെയും ഒക്കെ കൂട്ടി ശ്രീരംഗപട്ടണത്തേക്ക് ഒരു യാത്രയായിട്ട് പോയി. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള എൻ്റെ പഠനത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം. ഞാനവിടെ ചെന്നിറങ്ങുമ്പോൾ 2 ഗൈഡുകൾ, ഞാനല്ല നിങ്ങൾ ആര് ചെന്നിറങ്ങിക്കഴിഞ്ഞാലും 2 ഗൈഡുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒന്നൊരു ഹിന്ദു ഗൈഡാണ്, ഒന്നൊരു മുസ്ലിം ഗൈഡാണ്. എന്നിട്ട് നിങ്ങളുടെ പേര് ചോദിക്കും. നിങ്ങളെ പേര് ചോദിക്കുമ്പോൾ അവരൊരു ഊഹത്തിലെത്തും, നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന്. അതനുസരിച്ചിട്ടാണ് പിന്നെ അവർ നിൽക്കണോ പോകണോ എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഹിന്ദു ഗൈഡിൻ്റെ ഒപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു റൂട്ട് മാപ്പ് ഉണ്ട്, ശ്രീരംഗപട്ടണത്ത് കാണേണ്ട സ്ഥലങ്ങൾ. അവര് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം, വലിയ ക്ഷേത്രമാണ് കേട്ടോ, കാണേണ്ടത് തന്നെയാണ്, ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ്. ആ ക്ഷേത്രം കാണിക്കും. ബെയ്ലി ജയിൽ എന്ന് പറയുന്ന ഭൂഗർഭ ജയിലുണ്ട്, ടിപ്പു സുൽത്താൻ ഈ ബ്രിട്ടീഷുകാരെ കൊണ്ടുപോയി തടവിലിട്ടിരുന്ന ജയിൽ. അതിൻ്റെ അവിടെ പോകുമ്പോൾ അയാളുടെ വിവരമുണ്ട്. ക്രൂരനായ ഹിന്ദു ഗൈഡാണെങ്കിൽ ക്രൂരനായ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താൻ ഇവിടെ ഈ പറയുന്ന പിടിച്ചുകൊണ്ടുവരുന്ന പാവപ്പെട്ട മനുഷ്യരെ, ഹിന്ദുക്കളെ കൊണ്ടുവന്ന് തടങ്കലിടുകയും അവിടെ കാവേരി നദിയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നിരുന്ന ജയിൽ എന്ന് പറഞ്ഞ് കാണിച്ചു തരും. ഈ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റെ മതിലിൻ്റെ സൈഡിലൊക്കെ 4-5 കല്ലുകൾ ഇളകി കിടക്കുന്നുണ്ട്. ആ കല്ല് ഇളകി കിടക്കണോ കാണിച്ച് ഇതൊക്കെ ടിപ്പു ഇളക്കിയതാണ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഈ ടിപ്പു വീണ സ്ഥലം ഉണ്ട്, അതവിടെ പ്രത്യേകമായിട്ടൊരു സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി കാണിച്ചു തരും. എന്നിട്ട് പറയും ഇവിടെയാണ് അവസാനം ഉണ്ടായത് എന്ന് കാണിച്ചു തരും. അത് തന്നെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അയാളുടെ മുഖത്ത് ഓളം വെട്ടുന്നുണ്ടാവുക. ഇനി നിങ്ങളൊരു മുസ്ലിം ഗൈഡിനോടൊപ്പം പോവുക. അപ്പൊ വേറൊരു നരേഷൻ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഈ പറഞ്ഞ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിന്റെ വഴിക്കേ പോകാൻ പോകുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിനോടൊപ്പം പോകുമ്പോൾ മാത്രമാണ് ഹൈദറിന്റെയും ടിപ്പുവിന്റെയും ശവകുടീരം നിങ്ങൾ സന്ദർശിക്കുക. അല്ലാത്തടത്തോളം അവിടെ കാണാനേ പോകുന്നില്ല. അവിടെയൊക്കെ പോകും. നേരെ അപ്പുറത്തൊരു വിവരണം കാണാം. എന്നാൽ ഇതിലും വിചിത്രമായ ഒന്നുണ്ട്, മുസ്ലിം ഗൈഡുകളിൽ തന്നെ പലതരം ആളുകൾ. ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയാലോ. ഒരു ഭാഗത്ത് ഈ ടിപ്പു സുൽത്താനെ ഒരു ഇസ്ലാമിക് അമീർ ആയിട്ട് അവതരിപ്പിച്ച് അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരെ എന്തൊക്കെയോ ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ ഒരു മഹത്വമാണ് എന്ന് വരെ ചിത്രീകരിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എന്തൊക്കെ ഇന്ത്യയിലെ ഒരു ഉപജ്ഞാതാവാണ് ടിപ്പു സുൽത്താനും ഹൈദരാലിയും എന്നൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിൽ പറയുന്ന ഒരു കൂട്ടം ഗൈഡുകളുണ്ട്. അതല്ലാത്ത ഗൈഡുകളും. ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു ഹിന്ദു ഗൈഡിൻ്റെ ഒപ്പം ഒരു മുസ്ലിം ഗൈഡിൻ്റെ ഒപ്പം 2 തവണ യാത്ര പോയി. എനിക്ക് ശ്രീരംഗപട്ടണത്ത് പോകാൻ ഒരു ഗൈഡിന് സഹായം ആവശ്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ കളി അറിയാൻ വേണ്ടി മാത്രം എന്താണ് ഇതിൻ്റെ